ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ത്രില്ലിംഗ് ആയ ഒരു ജയിൽ ചാട്ടം മൂവിയാണ്. അമേരിക്കയിലെ എക്സ് ആർമി ഓഫീസറായ ജെഫ്രി മോഷണക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അങ്ങനെ ജയിലിൽ നിന്ന് അവൻ ഒരു ദിവസം രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ് അവൻ ജയിലിലാകുന്നതെന്നും എന്തിനു വേണ്ടിയാണ് അവൻ ജയിൽ ചാടാൻ നോക്കുന്നതെന്നും നമുക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. കഥ തുടങ്ങുന്നത് തന്നെ അമേരിക്കയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. എന്നത്തെയും പോലെ സ്റ്റാഫ് അതിരാവിലെ വന്ന് റെസ്റ്റോറൻറ്റ് തുറക്കാനായി വരികയാണ്. അപ്പോഴാണ് കടയിൽ തോക്കും കൊണ്ട് ഒരു കള്ളൻ നിൽക്കുന്നത് കാണുന്നത്. എന്നാൽ ഈ കള്ളൻ ഒരു മാന്യനാണ്. റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പൈസ എടുത്ത ശേഷം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പൊയ്ക്കൊള്ളാം. നിങ്ങൾ എല്ലാവരും തൽക്കാലത്തേക്ക് ഈ മുറിയിലേക്ക് കയറിക്കൊള്ളാൻ പറയും. എന്നാൽ ആ മുറിയിൽ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ മാന്യനായ കള്ളൻ തൻ്റെ ജാക്കറ്റും റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരന് കൊടുക്കും. എന്നിട്ട് ലോക്കറിലിരുന്ന പൈസയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. കള്ളൻ ആരെന്നറിയണ്ടേ? ഈ കള്ളനാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ ജെഫ്രി. ജെഫ്രി ഒരു എക്സ് ആർമി ഓഫീസറാണ്. എല്ലാം തുടങ്ങുന്നത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിന്നാണ്. അന്ന് ജെഫ്രിയുടെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. മോൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമൊന്നും ജെഫ്രിക്ക് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ പൈസയില്ലായിരുന്നു. ജെഫ്രി വാങ്ങിക്കൊടുത്ത ടോയ്സ് ഒന്നും അവൾക്കൊട്ടും ഇഷ്ടമായതുമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു സൈക്കിൾ പോലും അച്ഛന് വാങ്ങിത്തരാൻ കഴിയാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടാകും. അതിനുശേഷം ജെഫ്രിയോടൊപ്പം ആർമിയിലുണ്ടായിരുന്ന കൂട്ടുകാരൻ സ്റ്റീവൻ ചോദിക്കും, നിന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാനുള്ള പൈസ പോലും നിന്റെ കയ്യിലില്ല. നീ എന്നോടൊപ്പം ഫേക്ക് പാസ്പോർട്ട് അടിക്കുന്ന ജോലിക്ക് വരുന്നുണ്ടോ? ഇല്ലീഗൽ ആണെങ്കിലും നല്ല പൈസ കിട്ടും എന്ന് പറയും. എന്നിട്ട് പറയും, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നിനക്ക് ദൈവമായി തന്നെ തന്ന ഒരു കഴിവുണ്ട്, നല്ല ഒബ്സർവേഷൻ സ്കിൽ, അത് ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാൻ പറയും. ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ജെഫ്രി തൻ്റെ മക്കളെയും കൊണ്ട് തൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുകയാണ്. വൈഫ് ജെഫ്രിയുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. വൈഫിനോട് നമുക്കെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാമെന്ന് ജെഫ്രി പറയുമെങ്കിലും അവൾ അതൊന്നും കൂട്ടാക്കാതെ മകളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ ആ കാറ് പോയ ശേഷമാണ് ജെഫ്രി കാണുന്നത് തൻ്റെ മകൾ താൻ കൊടുത്ത ഗിഫ്റ്റ് എടുത്തിട്ടില്ല എന്ന്. അവനത് വലിയ വിഷമമാകും. തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതാണ്. തൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉഡായിപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് ജെഫ്രിക്ക് തോന്നും. അങ്ങനെയാണ് ജെഫ്രി അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട് എന്നും നല്ല വരുമാനമുള്ള റെസ്റ്റോറൻ്റ് ആണെന്നും മനസ്സിലാക്കുന്നത്. തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഇനി മോഷണം മാത്രമേ വഴിയുള്ളൂ എന്നും പറഞ്ഞ് ജെഫ്രി അങ്ങനെ ഒരു കള്ളനായി മാറുകയാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോകും. ഇന്ന് ജെഫ്രിയുടെ മകളുടെ അടുത്ത ബർത്ത്ഡേ ആണ്. എന്നാൽ ഇന്ന് ജെഫ്രിയുടെ ഭാര്യയും കുട്ടികളും അയാളോടൊപ്പമുണ്ട്. വളരെ സന്തോഷത്തിലാണ് ജെഫ്രി ജീവിക്കുന്നത്. അപ്പോഴാണ് ടി വിയിൽ മോഷണ വിവരത്തെക്കുറിച്ചുള്ള ന്യൂസ് വരുന്നത് ജെഫ്രിയുടെ കൂട്ടുകാരൻ സ്റ്റീവൻ കാണുന്നത്. കൊള്ളാലോ, നിന്റെ അടുത്ത ന്യൂസും ടി വിയിൽ വന്നല്ലോ, നീ മോഷ്ടിക്കുന്നതൊക്കെ കൊള്ളാം, പിടിക്കപ്പെടാതെ നോക്കണമെന്ന് സ്റ്റീവൻ അവനെ അഡ്വൈസ് കൊടുക്കും. അതിനുശേഷം ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി വളരെ വലിയ സെലിബ്രേഷനോട് കൂടി തൻ്റെ മകളുടെ കേക്ക് കട്ട് ചെയ്യാനായി ജെഫ്രി വരികയാണ്. കേക്ക് കട്ട് ചെയ്ത ശേഷം അവൾ മുൻപ് പറഞ്ഞതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിളും ജെഫ്രി ഗിഫ്റ്റായി കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും ജെഫ്രിയെ അന്വേഷിച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വരും. ഒടുവിൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജെഫ്രി അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമെങ്കിലും പോലീസുകാർ അവനെ വളഞ്ഞിട്ട് പിടികൂടും. തൻ്റെ മകൾക്കും ഫാമിലിക്കും വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തതെങ്കിലും അവരുടെ കൺമുന്നിൽ വെച്ച് ഒരു കള്ളനെ പോലെ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ജെഫ്രിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജെഫ്രി ഒരു ആർമി ഓഫീസർ ആയിരുന്നത് കൊണ്ട് തന്നെയും ഇത്രയും കാലവും വളരെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ജെഫ്രിയെ തൂക്കിക്കൊല്ലില്ല. പക്ഷേ ജെഫ്രിയെ 34 വർഷത്തേക്ക് കഠിന തടവിന് വിധിക്കും. അങ്ങനെ ബാക്കിയുള്ള ജെഫ്രിയുടെ ജീവിതം എന്നേക്കുമായി ജയിലിനുള്ളിലാകുകയാണ്. അങ്ങനെ ഒരു ദിവസം ജെഫ്രി ജയിലിൽ നിന്ന് തൻ്റെ മകളെ വിളിക്കുമ്പോഴാണ് താൻ ജയിലിലായതെന്നും തൻ്റെ വൈഫിന് ഒരു പ്രശ്നമല്ല എന്നും അവൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നും അയാൾ ഇപ്പോൾ തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും അറിയുമ്പോൾ ആ പാവം മനുഷ്യൻ തകർന്നു പോകും. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ തൻ്റെ ജീവിതം അവന് കൈവിട്ടു പോകും. പക്ഷേ ഇങ്ങനെ ജയിലിൽ കിടന്ന് തീരേണ്ടതല്ല തൻ്റെ ജീവിതമെന്ന് തീരുമാനിച്ച ജെഫ്രി ജയിൽ ചാടാനായി കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ജയിൽ വളരെ മാന്യനും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനുമായി നിൽക്കുന്ന ജെഫ്രി അവിടെ വരുന്ന ട്രക്കിൽ കയറി പുറത്തേക്ക് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അങ്ങനെ അവൻ വിചാരിച്ചതുപോലെ തന്നെ ഒരു ദിവസം അവൻ ട്രക്കിനുള്ളിൽ കയറി കൂടുകയാണ്. ട്രക്കിനുള്ളിലെ ഉടൻ പീസിനുള്ളിൽ കയറിയിരുന്നത് കൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാർക്കും അവൻ അതിനുള്ളിൽ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ട്രക്ക് ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. അങ്ങനെ കുറേ ദൂരം പോയ ശേഷം ആ ട്രക്കൊന്ന് നിർത്തും. ജെഫ്രി കരുതും താൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത് അയാൾ കണ്ടു എന്ന്. എന്നാൽ അയാളൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഈ തക്കം നോക്കി ജെഫ്രി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ ട്രക്ക് പോയ ശേഷം അടുത്തുള്ള മോട്ടോർവേയിലേക്ക് വന്ന് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ച് ജെഫ്രി തൻ്റെ സിറ്റിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവൻ തൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് താൻ വാങ്ങിക്കൊടുത്ത സൈക്കിളിൽ തൻ്റെ മകൾ റൈഡ് ചെയ്യുന്നത് കാണുന്നത്. അവൻ അത് ഒളിച്ചു നിന്ന് നോക്കും. എന്നാൽ തൊട്ടടുത്ത് തന്നെ പോലീസുകാരും ഉണ്ടായിരുന്നു. ജെഫ്രി അങ്ങോട്ടേക്ക് വരുമെന്ന് കൃത്യമായ ബോധ്യം പോലീസുകാർക്കും ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ജെഫ്രി അവിടെ നിന്ന് നേരെ തൻ്റെ ഫ്രണ്ടായ സ്റ്റീവനെ വിളിക്കും. എന്നാൽ സ്റ്റീവൻ പറയും, നീ ഇപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യരുത്, പോലീസുകാർ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടാവും, നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കാൻ പറയും.
എന്നാൽ അവനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് തന്നെ അന്വേഷിച്ച് പോലീസുകാർ സിറ്റി വളഞ്ഞിരിക്കുന്നു എന്ന് അവന് മനസ്സിലാകുന്നത്. ഇനി അവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ ജെഫ്രി അടുത്തുള്ള ടോയ് ഷോപ്പിലേക്ക് നടന്നു കയറും. അവിടെ കയറിയ ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ വാഷ്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ റൂഫ് ഇളകി കിടക്കുന്നത് കാണുന്നത്. അവൻ മെല്ലെ ആ റൂഫിന് മുകളിലേക്ക് കയറി ഒളിച്ചിരിക്കും. തൊട്ടു പിന്നാലെ തന്നെ ജെഫ്രിയെ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ പോലീസുകാരൻ ആ വാഷ്റൂമിലേക്ക് വരുമെങ്കിലും വാഷ്റൂമിൽ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അയാൾ തിരികെ പോകും. എന്നാൽ ഇന്നിനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് സേഫല്ല, ഈ റൂഫിൽ കഴിയാമെന്ന് ജെഫ്രി തീരുമാനിക്കും. അതിനുശേഷം ആ ഷോപ്പിൻ്റെ മാനേജർ ഷോപ്പിലെ പൈസ കൊണ്ടുവയ്ക്കുന്നത് മുകളിൽ നിന്ന് ജെഫ്രി കാണും. അവരെല്ലാവരും പോയ ശേഷം ജെഫ്രി അവിടെ റെസ്റ്റ് ചെയ്യും. എന്നാൽ അന്ന് രാത്രി ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ ജെഫ്രിക്ക് നന്നായി വിശക്കും. അവൻ പതിയെ താഴേക്കിറങ്ങി വരും. എന്നാൽ അപ്പോഴാണ് അവിടെ CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവൻ CCTVയുടെ കണ്ണ് വെട്ടിച്ച് മെല്ലെ മെല്ലെ അവൻ ആ സ്റ്റോളിലേക്ക് കയറും. സ്റ്റോളിൽ ഇറങ്ങിയ ശേഷം ഒരുവിധം CCTV ക്യാമറ കാണാതെ ഒരു സ്റ്റിക്ക് വെച്ച് അവൻ കുട്ടികൾക്കുള്ള ബേബി ഫുഡ്സ് എടുത്തുകൊണ്ട് വന്ന് ഒരു സ്ഥലത്ത് സേഫായിരുന്ന് ആഹാരവും വെള്ളവും കഴിക്കും. അതിനിടയിൽ അവൻ ജയിൽ ചാടിയ ന്യൂസ് TV-യിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് അവൻ കാണും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് അവന് മനസ്സിലാകും. അതിനുശേഷം അവൻ റൂഫിലേക്ക് കയറി തൻ്റെ മക്കളുടെ ഫോട്ടോ ഒന്ന് നോക്കിയ ശേഷം കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ ഷോപ്പ് തുറക്കുകയും എന്നത്തെയും പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. രാത്രിയാകുമ്പോൾ ഷോപ്പ് അടച്ച് ആളുകളെല്ലാം പോയ ശേഷം അവൻ CCTV റൂമിലേക്ക് വരും. എന്നാൽ അപ്പോഴാണ് അവിടെ CCTVയുടെ മാനുവൽ ഇരിക്കുന്നത് കാണുന്നത്. അതിൽ നോക്കി അതിൻ്റെ പാസ്വേഡും എല്ലാം പഠിച്ച ശേഷം അവൻ അതിൻ്റെ റെക്കോർഡിങ്സ് ഓഫാക്കും. CCTVയിൽ ഇനി തൻ്റെ റെക്കോർഡിംഗ് ഒന്നും പതിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അവിടേക്ക് ചെന്ന് തനിക്ക് ആവശ്യമായ ഫുഡെല്ലാം എടുക്കും. അപ്പോഴാണ് അവിടെ സൈഡിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സേഫായ എംപ്റ്റി സ്പേസ് അവൻ കാണുന്നത്. തനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് കരുതിയ അവൻ അവിടേക്ക് ഇറങ്ങി അതെല്ലാം വൃത്തിയാക്കിയ ശേഷം പുറത്തുനിന്ന് 2 മെത്തകളും കൊണ്ടുവന്ന് അവിടെ ഇട്ട് സുഖമായി കിടന്നുറങ്ങും. രാവിലെ മുഴുവനും ആ ഷോപ്പിൽ ആരും കാണാതെ സുഖമായി ഉറങ്ങിയ ശേഷം രാത്രിയാകുമ്പോൾ അവൻ പുറത്തേക്കിറങ്ങി അവൻ ആവശ്യമായ സാധനങ്ങളെല്ലാം കഴിച്ച ശേഷം അവനൊരു റൂം പോലെ അവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി സന്തോഷത്തോടു കൂടി ജീവിക്കും. അങ്ങനെ ഒരു ദിവസം കളിയും പാട്ടുമൊക്കെയായി അവൻ രാത്രി അവിടെ നടക്കുമ്പോഴാണ് ആ ഷോപ്പിൻ്റെ സൈഡിൽ ഒരു CCTV ക്യാമറ ഇരിക്കുന്നത് കാണുന്നത്. അവൻ ആ CCTV ക്യാമറ ആ ഷോപ്പിൻ്റെ പല ഭാഗത്തായി സെറ്റ് ചെയ്ത ശേഷം അവൻ്റെ റൂമിലിരുന്ന് എല്ലാവരുടെയും ചലനങ്ങൾ അവൻ കാണും. എന്നാൽ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഡിവോഴ്സിയായ സ്റ്റെഫി എന്ന സ്റ്റാഫ് വന്ന് പറയും തനിക്ക് 2 പെൺകുട്ടികളാണെന്നും അതുകൊണ്ട് അടുത്ത വെനസ്ഡേ എനിക്കൊന്ന് ലീവ് തരണമെന്നും പറയും. അയാളത് നോക്കാമെന്ന് പറഞ്ഞ ശേഷം അവൾ ചോദിച്ച അതേ ദിവസം തന്നെ ആ ദുഷ്ടനായ മാനേജർ അവൾക്ക് ഡ്യൂട്ടിയിടും. എന്നാൽ അന്ന് രാത്രി ആ ഷോപ്പിൽ നിന്ന് എല്ലാവരും പോയ ശേഷം ആ പെൺകുട്ടിയോട് പാവം തോന്നിയ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് ആ പെൺകുട്ടിയുടെ ഡ്യൂട്ടി ടൈം ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അവൻ ന്യൂസ് കാണുമ്പോൾ അവൻ ജയിൽ ചാടിയ ന്യൂസൊന്നും TV-യിൽ പറയില്ല. അപ്പോൾ അവന് മനസ്സിലാകും താൻ ജയിൽ ചാടിയതൊക്കെ ആളുകൾ മറന്നു കഴിഞ്ഞു എന്ന്. അങ്ങനെ അവൻ കുറേ നാളുകൾക്ക് ശേഷം ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് വരികയാണ്. ഇനി അവൻ്റെ കൂട്ടുകാരനെ പോയി കണ്ട് ഹെൽപ്പ് ചോദിക്കാമെന്നും കരുതി അവൻ അവിടെയുള്ളൊരു സൈക്കിളും എടുത്ത് അവിടുത്തെ പൂട്ടും തുറന്ന് അവൻ പുറത്തേക്ക് വരും. എന്നിട്ടൊരു ടെലിഫോൺ ബൂത്തിൻ്റെ അടുത്തെത്തി അവൻ അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. എന്നാൽ ആ കോൾ എടുക്കുന്നത് അവൻ്റെ ഫ്രണ്ട് സ്റ്റീവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അവൾ പറയും സ്റ്റീവൻ ഇവിടെയില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വിളിച്ചാൽ കിട്ടുമെന്ന്. അവിടെ നിന്ന് തിരികെ ആരും കാണാതെ ഷോപ്പിലേക്ക് വന്ന് തൻ്റെ ഫ്രണ്ട് തിരികെ വരുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് അവൻ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. ഓരോ ദിവസം കഴിയും തോറും ആരോടും സംസാരിക്കാനില്ലാതെ അവൻ അവിടെ ബോറടിച്ചു തുടങ്ങും. അവിടെ ഇരിക്കുന്ന പാവകളൊക്കെ അവൻ ആ ദേഷ്യത്തിൽ തല്ലി തകർക്കും. എന്നാൽ പാവകളൊക്കെ തറയിൽ കിടക്കുന്നത് കണ്ടും പീനട്ടൊക്കെ മോഷണം പോകുന്നത് കണ്ടും ആ മാനേജർ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോടൊക്കെ നീയൊക്കെ കള്ളന്മാരാണ്, നീയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്നും പറഞ്ഞ് അവരോട് വഴക്കിടും. എന്നാൽ അങ്ങനെ ഒരു ദിവസം സ്റ്റെഫി തൻ്റെ മാനേജറോട് വന്ന് പറയും സർ, എൻ്റെ അടുത്തുള്ള ഒരു ചർച്ചിൽ അനാഥ കുട്ടികൾക്കായിട്ടുള്ള ഡൊണേഷൻ നടക്കുന്നുണ്ട്. സാറിന് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് പാവക്കുട്ടികൾ ആ കുട്ടികൾക്കായി തരാമോ എന്ന് ചോദിക്കും. എന്നാൽ കണ്ണിൽ ചോരയില്ലാത്ത ആ കുള്ളൻ മാനേജർ അത് തൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. എല്ലാവരും പോയ ശേഷം ആ അനാഥാലയത്തിൻ്റെ അഡ്രസ്സ് വന്ന് നോക്കിയ ശേഷം അതിരാവിലെ തന്നെ അവനൊരു ബാഗ് നിറയെ അവിടെ നിന്നും എടുത്ത ടോയ്സും എടുത്തുകൊണ്ട് ആ അനാഥാലയത്തിലേക്ക് ചെല്ലും. എന്നാൽ ആ ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരി ഇത്രയും വലിയ ഗിഫ്റ്റ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടണമെന്നും പറഞ്ഞ് ജെഫ്രിയെയും കൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകും. അകത്ത് ആ ചർച്ചിൻ്റെ പരിപാടികൾ നടക്കുകയാണ്. അവിടെ തന്നെ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റെഫിയും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഫനേജിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം അവിടുത്തെ പാസ്റ്ററും വൈഫും വന്ന് സമ്മാനങ്ങൾ നൽകിയ ജെഫ്രിയെ വന്ന് പരിചയപ്പെടും. അതിനുശേഷം സ്റ്റെഫിയെയും പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ സ്റ്റെഫി അവനോട് ചോദിക്കും നീ എന്താണ് ചെയ്യുന്നതെന്ന്. ജെഫ്രി പറയും ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയും. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്, പക്ഷേ ഞാൻ ഡിവോഴ്സിയാണെന്നും പറയും. അപ്പോൾ സ്റ്റെഫിയും പറയും എനിക്കും 2 പെൺമക്കളാണ്, ഞാനും ഡിവോഴ്സിയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന പാസ്റ്ററുടെ വൈഫ് പറയും എങ്കിൽ നാളെ സിംഗിൾസിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ജെഫ്രിയും ഞങ്ങളോടൊപ്പം കൂടിക്കൊള്ളാൻ പറയും. എന്നാൽ ജെഫ്രി അപ്പോൾ സ്റ്റെഫിയോട് ചോദിക്കും സ്റ്റെഫി വരുന്നുണ്ടോ എന്ന്.
എങ്കിൽ ഞാനും വരാമെന്ന് പറയും. ഇന്ന് വൈകിട്ട് ഷോപ്പിലെത്തിയ അവന് സ്റ്റെഫിയെ കാണാൻ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആകും. സ്റ്റെഫിയെ നാളെ കാണാൻ പോകാൻ വേണ്ടി ആ ഷോപ്പിലിരുന്ന ക്യാസറ്റൊക്കെ അവൻ പുറത്തൊരു കടയിൽ കൊണ്ടുപോയി വിറ്റ് ക്യാഷൊക്കെ ഉണ്ടാക്കിയ ശേഷം പല്ലിലെ ക്യാവിറ്റിയൊക്കെ അവൻ സെറ്റ് ചെയ്ത ശേഷം അവൻ ആ പ്രോഗ്രാമിനായി പോകും. അവിടെ എത്തിയ ജെഫ്രിയെ പാസ്റ്ററുടെ വൈഫ് മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. എന്നാൽ അവിടെ ബോയ് ആയിട്ട് അവൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇംപ്രസ്ഡ് ആവും. എസ്പെഷ്യലി സ്റ്റെഫിക്ക് അവനോടൊരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായ സ്റ്റെഫി ജെഫ്രിയോട് ഡയറക്റ്റായി തന്നെ ചോദിക്കും, നമുക്ക് നാളെ ഒരു ഡേറ്റിന് പോയാലോ എന്ന്. അത് കേൾക്കുമ്പോൾ അവന് വളരെയധികം സന്തോഷമാവുകയും വൈ നോട്ട്, നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും സിറ്റിയിലെ പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ സ്റ്റെഫി പറയും, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഹസ്ബൻഡുമായും ഡിവോഴ്സ് ആയിട്ട് 2 വർഷമായി. പക്ഷെ അപ്പോഴും ഉള്ളിലുള്ളത് അതുപോലെ തന്നെ തുറന്നു പറയുന്ന സ്റ്റെഫി ജെഫ്രിയോട് പറയും, നമുക്ക് വീട്ടിലേക്ക് പോയി സെക്സ് ചെയ്താലോ. ജെഫ്രിക്കാകട്ടെ അതുകൂടി കേൾക്കുമ്പോൾ ഒരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു. അങ്ങനെ അവൾ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്ന് അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുകയാണ്. അങ്ങനെ അവരുടെ ഫൺ മൊമെൻ്റൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റെഫി അവനോട് ചോദിക്കും, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായി, എൻ്റെ മക്കൾ കൂടി ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയും. അതിനുശേഷം അന്ന് രാത്രി അവൻ തിരികെ ആരും കാണാതെ ഷോപ്പിലേക്ക് വരികയാണ്. ഷോപ്പിലെത്തി ബെഡിൽ കിടക്കാൻ നേരം അവന് വീണ്ടും അവൻ്റെ ഫാമിലിയെ തിരികെ കിട്ടിയതുപോലെ തോന്നും. കാരണം അവനും സ്റ്റെഫിയെ അത്രയധികം ഇഷ്ടമായി തുടങ്ങിയിരുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടി അവൻ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് ചെല്ലും. സ്റ്റെഫി തൻ്റെ മക്കൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കും. കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടണമെന്ന് കരുതിയ അവൻ സ്റ്റെഫിയുടെ ഇളയ മകൾക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊണ്ട് കൊടുക്കും. എന്നാൽ അതിനുശേഷം സ്റ്റെഫിയുടെ മൂത്ത മകൾക്ക് വേണ്ടിയുള്ള ഓഡിയോ കാസറ്റ് കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ ഇഷ്ടമാകില്ല. ജെഫ്രിയെ അവരുടെ കുടുംബത്തിൽ ഒരാളായി കണക്കാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ഓക്കെ ശരി മമ്മി, ഞാൻ റൂമിലേക്ക് പോകുന്നുവെന്നും പറഞ്ഞ് കഥവ് വലിച്ചടയ്ക്കും. സ്റ്റെഫി, നീ അവളെ ഓർത്ത് വിഷമിക്കേണ്ട, അവൾ പതിയെ എല്ലാം മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ജെഫ്രി സ്റ്റെഫിയോട് പറയും. എന്നാൽ ജെഫ്രിയും ഇളയ മകളും തമ്മിൽ വളരെയധികം മിങ്കിളാവും. ഇത് കാണുന്ന സ്റ്റെഫിക്കും വളരെയധികം സന്തോഷമാകും. അവിടെ നിന്ന് തിരികെ ഷോപ്പിലേക്ക് എത്തുന്ന ജെഫ്രിക്ക് തീർച്ചയായും അറിയാമായിരുന്നു കൂടുതൽ കാലം ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, എങ്ങനെയെങ്കിലും സ്റ്റെഫിയെയും മക്കളെയും കൊണ്ട് സേഫായ ഒരു സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം രാത്രി അവർ രണ്ടുപേരും റൊമാൻറ്റിക്കായിരിക്കുന്ന സമയത്ത് ജെഫ്രി അവളോട് പറയും, നമുക്കിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി സെറ്റിൽഡ് ആയാലോ എന്ന്. എന്നാൽ അവൾ പറയും, എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം, നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽഡ് ആവാമെന്ന്. അവൻ അത് നല്ല വിഷമമാകും. തിരികെ ഷോപ്പിലെത്തി തൻ്റെ തുണിയെല്ലാം കഴുകിയിട്ട് അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഷോപ്പിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് പതിവില്ലാതെ കയറി വരുന്നത്. കുളിച്ചുകൊണ്ട് നിന്ന അവൻ മാനേജറുടെ ശബ്ദം കേട്ട് പുറത്ത് കഴുകിയിട്ടിരിക്കുന്ന തൻ്റെ തുണി എടുക്കാനായി ഡ്രസ്സൊന്നും ഇടാതെ തന്നെ ഓടി വരും. പക്ഷേ അവൻ മാനേജറിൻ്റെ കൺമുന്നിൽ വന്ന് പെടും. എന്നാൽ അവനെ കണ്ട കുള്ളനായ മാനേജർ പേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഓടും. ജെഫ്രിയും വേഗം നേരെ തൻ്റെ ബെഡിലേക്ക് ഓടി വന്ന ശേഷം അവൻ സെറ്റ് ചെയ്ത CCTV ക്യാമറയിലൂടെ നോക്കുമ്പോൾ ആ കുള്ളനായ മാനേജർ പോലീസിനെയും വിളിച്ചുകൊണ്ട് വന്ന് അയാളുടെ CCTV ചെക്ക് ചെയ്യുകയാണ്. അയാളുടെ CCTV ചെക്ക് ചെയ്ത പോലീസുകാരൻ പറയും, ഈ CCTVയിലെ റെക്കോർഡിങ്സ് എല്ലാം തന്നെ ആ കള്ളൻ ഓഫ് ചെയ്തിട്ടാണ് പോയത്, എന്തായാലും നിങ്ങൾ ഇവിടുത്തെ സെക്യൂരിറ്റി ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് പറയും. ജെഫ്രി വീണ്ടും സ്റ്റീവൻ്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് സ്റ്റീവൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ അവൾ പറയും, അയാൾ ഇവിടെ ഉണ്ട്, പക്ഷേ നല്ല ടയേർഡാണ്, അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അടുത്ത ആഴ്ച വരാൻ പറയും. എന്നാൽ അടുത്ത ദിവസം രാവിലെ ജെഫ്രി സ്റ്റെഫിയെയും കുട്ടികളെയും കൊണ്ട് ഒരു കാർ വാങ്ങാനാണ് പോകുന്നത്. സ്റ്റെഫിയുടെ മൂത്ത മകൾക്ക് കാർ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആ കാർ വാങ്ങി അവൾക്ക് ആദ്യമായി കാർ ഡ്രൈവിംഗ് ജെഫ്രി പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ സ്റ്റെഫിയുടെ മൂത്ത മകളെയും ജെഫ്രി തൻ്റെ വശത്താക്കി എടുക്കും. ഇതെല്ലാം കാണുന്ന സ്റ്റെഫിക്ക് ജെഫ്രി തൻ്റെ കുട്ടികളെയും കുടുംബത്തെയും നോക്കുന്നത് കാണുമ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നും. ജെഫ്രിയെ പിരിയുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലാതായി. അവിടെ നിന്ന് നേരെ ജെഫ്രി വന്നത് തൻ്റെ ഫ്രണ്ടായ സ്റ്റീവനെ കാണാനാണ്. സ്റ്റീവൻ ജെഫ്രിയോട് പറയും, നീ പേടിക്കേണ്ട, നിനക്ക് ഈ രാജ്യം കടക്കാൻ ഞാനൊരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തരാം, അതിന് കുറച്ച് പൈസ വേണ്ടി വരുമെന്ന് പറഞ്ഞ് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കാനായി ജെഫ്രിയുടെ ലുക്കൊക്കെ മാറ്റി പാസ്പോർട്ടിൻ്റെ ആവശ്യത്തിനായി ഫോട്ടോയൊക്കെ എടുത്ത് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടവൻ സ്റ്റെഫിയുടെ ഇളയ മകളെ വിളിക്കാനായി സ്കൂളിലേക്ക് പോകും. എന്നിട്ടവൻ അടുത്ത ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വീട് ഡെക്കറേറ്റ് ചെയ്യും. ഷോപ്പിൽ നിന്ന് തിരികെ വരുന്ന സ്റ്റെഫിക്ക് അത് കാണുമ്പോൾ വളരെ സന്തോഷമാവുകയും അവൾ ആ സന്തോഷത്തിൽ അവനെ വന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൾ ജെഫ്രിയെയും കൂട്ടി ചർച്ചിലേക്ക് പോകും. എന്നാൽ ജെഫ്രിക്ക് വളരെയധികം വിഷമം വരും. കാരണം സ്റ്റെഫി ഒരിക്കലും അവൻ്റെ കൂടെ നാട് വിടാൻ വരില്ല എന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. അവരെ എല്ലാവരെയും പിരിയുന്നതിൽ അവന് വല്ലാത്ത വിഷമം തോന്നും. എന്നാൽ അന്ന് ഉച്ചയ്ക്ക് തൻ്റെ പാസ്പോർട്ടിന് ആവശ്യമായുള്ള പൈസ എടുക്കാനായി അവൻ മാസ്കൊക്കെ ഇട്ട് ആ ഷോപ്പിനുള്ളിലേക്ക് ഗണ്ണുമായി കടന്നു വരികയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും ആ കുള്ളൻ മാനേജറെ കൊണ്ട് തന്നെ കൈയൊക്കെ ടൈറ്റ് ചെയ്ത് അയാൾ പൈസ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അയാളെയും കൊണ്ട് പോയി കയ്യിലുള്ള പൈസ എല്ലാം എടുക്കും.
പൈസ എടുത്ത് തിരികെ പോകാൻ നോക്കുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ പിടിച്ചു തള്ളിയ ഒരാൾ നന്നായി ബ്ലീഡ് ചെയ്യുന്നുണ്ട് എന്ന്. മനസാക്ഷിയുള്ള അവൻ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നും ഒരാൾ ബ്ലീഡ് ചെയ്യുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോഴാണ് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുന്നത്. സ്റ്റെഫി അവൻ്റെ കണ്ണുകൾ മാത്രമേ കാണുള്ളൂ. സ്റ്റെഫിയെ കണ്ടതും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വരും. പോലീസുകാർക്ക് അവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ഇത്രയും കാലം ആ കള്ളൻ ആ ഷോപ്പിനുള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന്. അതിനുശേഷം കള്ളനെ കണ്ട സ്റ്റെഫിയോട് ചോദ്യം ചെയ്യുമ്പോൾ സ്റ്റെഫി പറയും എനിക്ക് അയാളുടെ കണ്ണുകൾ മാത്രമേ ഓർമ്മയുള്ളൂ, അല്ലാതെ ഒന്നും തന്നെ അറിയില്ല എന്ന്. ജെഫ്രി അവിടെ നിന്ന് എടുത്ത പണവും കൊണ്ട് തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന ശേഷം തൻ്റെ ലുക്സൊക്കെ മാറ്റിയ ശേഷം തിരികെ എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവന് സ്റ്റെഫിയെയും മക്കളെയും പിരിയുന്നതിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും സ്റ്റെഫി വിളിച്ചിട്ട് പറയും ഇന്ന് ക്രിസ്മസ് ഈവനിങ് അല്ലേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, നിങ്ങളെ കാത്ത് കുട്ടികൾ ഇരിക്കുന്നു എന്ന്. എന്നാൽ സ്റ്റെഫിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവന് മറ്റൊന്നും തന്നെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ട്രാപ്പാണെന്ന് കൂടി മനസ്സിലാക്കാതെ അവൻ കുട്ടികൾക്കുള്ള ഗിഫ്റ്റുമായി സ്റ്റെഫിയുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവനെ വളഞ്ഞിരുന്നു. പാവം സ്റ്റെഫിയും ഹെൽപ്ലെസ് ആയിരുന്നു. പോലീസുകാരുള്ളത് കൊണ്ട് തന്നെ അവൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവനെ കാണാനായി സ്റ്റെഫി വരികയാണ്. ഇന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ ഹഗ് ചെയ്യും. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. സ്റ്റെഫിയുടെയും ജെഫ്രിയുടെയും കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുകയും വേണം.